ഇന്ത്യൻ കോഫി ഹൗസ് പ്രസ്ഥാനത്തിലെ തിളങ്ങുന്ന ഏടാണ് കെ.എൻ. ലളിത. തൃശൂർ റൗണ്ടിൽ നിന്ന് തുടങ്ങിയ ഒരു സഹകരണ പ്രസ്ഥാനത്തെ ലോകമറിയുന്ന പേരാക്കി മാറ്റിയ നിർണായക സാന്നിധ്യം. സ്വന്തം ജീവിതം കൊണ്ട് കോഫി ഹൗസിനെ അടയാളപ്പെടുത്തിയ കെ.എൻ. ലളിത യാത്രയാകുമ്പോൾ മലയാളിക്ക് മുന്നിൽ കോഫി ഹൗസ് എന്ന പ്രസ്ഥാനം തല ഉയർത്തി നിൽക്കുന്നു. ഇന്ത്യൻ കോഫി ഹൗസ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ തിളങ്ങുന്ന ഏടാണ് കെ.എൻ. ലളിത. 1957 ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് തൃശൂർ സ്വരാജ് റൗണ്ടിൽ തുറക്കാൻ തൊഴിലാളികൾക്ക് പണമില്ലാതെ വന്നപ്പോൾ സ്വന്തം താലിമാലയടക്കം 10 പവന്റെ ആഭരണം ഊരിക്കൊടുത്ത ലളിത കുറിച്ചത് വെറുമൊരു ചരിത്രമായിരുന്നില്ല. ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ആശ്രയമായ ഒരു മഹാപ്രസ്ഥാനം അവിടെ പിറവി കൊള്ളുകയായിരുന്നു. ഇനി കോഫി ഹൗസാണ് ലളിതയുടെ ആഭരണമെന്നാണ് അന്ന് AKG അതിനെ വിശേഷിപ്പിച്ചത്. കോഫി ഹൗസ് പ്രസ്ഥാനം ലളിതയെ സംബന്ധിച്ച് വെറുമൊരു തൊഴിലാളി സഹകരണ സംഘം മാത്രമായിരുന്നില്ല, അതവർക്ക് ജീവിതം തന്നെയായിരുന്നു. ഇന്ത്യൻ കോഫി ഹൗസ് സംഘത്തിന്റെ സ്ഥാപക സെക്രട്ടറിയായിരുന്ന ഭർത്താവ് NS പരമേശ്വരൻ പിള്ളയ്ക്കൊപ്പം കോഫി ഹൗസ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ വഴികളിൽ നിർണായക സാന്നിധ്യമായി കെ.എൻ. ലളിത. 7 വർഷങ്ങൾക്ക് മുൻപ് 81-ാം വയസ്സിൽ കോഫി ഹൗസിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടോ ലളിത വീണ്ടും ചരിത്രം കുറിച്ചു. AKGയോടുള്ള ഒരു നാടിന്റെ ആദരമെന്നാണ് വിജയത്തെ ലളിത വിശേഷിപ്പിച്ചത്. കോഫി ഹൗസിന് പിന്നിൽ ഒരു തത്വശാസ്ത്രമുണ്ട്, ഒരു രാഷ്ട്രീയമുണ്ട്. AKG ഉയർത്തിപ്പിടിച്ച ആ രാഷ്ട്രീയ നിലപാടിനെ ജീവിതത്തിലുടനീളം ചേർത്ത് നിർത്തി കെ.എൻ. ലളിത യാത്ര പറയുകയാണ്. കോഫി ഹൗസ് എന്ന ആ പ്രസ്ഥാനത്തെ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യൻ കോഫി ഹൗസായി മാറ്റിയിട്ട് കെ.എൻ. ലളിത വിട പറയുമ്പോൾ കോഫി ഹൗസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പിറവി കണ്ട അവസാനത്തെ സ്ഥാപകാംഗം കൂടിയാണ് വിട പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.